എമ്പുരാൻ എന്ന സിനിമയ്ക്ക് എന്തൊക്കെ വിമർശനങ്ങൾ വന്നാലും ആ ചിത്രത്തെ അത് ബാധിക്കുന്നില്ല എന്നതാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ കാണാനാകുന്നത്. നമ്പർ 1 ആണ് ബോക്സ് ഓഫീസിൽ എമ്പുരാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിമർശനമാണ്, ഹേറ്റ് ക്യാമ്പയിനുകളാണ്, വലിയ രീതിയിലുള്ള പ്രൊപ്പഗൻഡ തന്നെ ഇതിന് പുറകിലുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് എമ്പുരാൻ ബോക്സ് ഓഫീസിൽ റൺ നടത്തുന്നത് അതാണ് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നതും. പറഞ്ഞതുപോലെ മോഹൻലാലിനായി മലയാള സിനിമാ പ്രേക്ഷകർ തന്നെ ഉണ്ട് എന്നതാണ് ഇത്രയൊക്കെ വലിയ ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായപ്പോഴും. മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ബിഗ് ബജറ്റ് ആക്ഷൻ സിനിമയാണ് എമ്പുരാൻ. സമ്മിശ്ര പ്രതികരണം നേടുന്ന സിനിമ ഇതിനകം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ അറിഞ്ഞു. ബോക്സ് ഓഫീസിൽ വമ്പൻ മുന്നേറ്റമാണ് സിനിമ നടത്തുന്നത്. ആദ്യ ദിനം ചിത്രം 14 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്നും നേടിയെന്ന് ട്രാക്കർമാർ പറയുകയുണ്ടായി. ആഗോളതലത്തിൽ 65 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ. എന്നാൽ രണ്ടാം ദിവസം ഇന്നലെ ചിത്രത്തിന്റെ മലയാളം ഒഴികെയുള്ള മറ്റ് വെർഷനുകളുടെ കളക്ഷനിൽ ഇടിവുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ ഈ ഇടിവ് രേഖപ്പെടുത്തിയത് ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. എന്നാൽ ചിത്രത്തിന് ഓവർസീസ് മാർക്കറ്റിൽ ലഭിക്കുന്ന സ്വീകാര്യത അത് ഞെട്ടിപ്പിക്കുന്നതാണ്. സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നതെങ്കിലും അതൊന്നും കളക്ഷനെ ബാധിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സിനിമ വളരെ വേഗം 200 കോടിയിലേക്ക് എത്തുമെന്ന് കണക്കുകൾ പറയുന്നതുമുണ്ട്. പല തിയേറ്ററുകളിലും മാരത്തോൺ ഷോ ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പോലും നിങ്ങൾ ബുക്ക് മൈ ഷോ എടുത്തു നോക്കിയാൽ കാണാം എല്ലാ ബുക്കിംഗ് ടൈമുകളും റെഡ് ആണ്. ഈ റെഡ് പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ പോയി നോക്കൂ, അവിടെ ഒരു വലിയ ജനക്കൂട്ടം കാണാം. ഇതൊക്കെ അതിന് തെളിവ് തന്നെയാണ്. അങ്ങനെ തെളിവ് അന്വേഷിക്കുന്നവർക്ക് ഇങ്ങനെയും തെളിവുകൾ കൊടുക്കാം. കൂടാതെ ബുക്ക് മൈ ഷോയിൽ അവസാന മണിക്കൂറുകളുടെ ടിക്കറ്റ് ബുക്കിംഗ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അവസാന 1 മണിക്കൂറിൽ 13K മുകളിലുള്ള ടിക്കറ്റ് ബുക്കിങ്ങുകളാണ് നടക്കുന്നത്. ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കാര്യം. കൂടാതെ ഓരോ റീജിയനിലും ഓരോ തിയേറ്റർ എടുത്ത് നോക്കിയാലും എല്ലാ ബുക്കിംഗ് ടൈമുകളും റെഡായി കിടക്കുന്നത് നമുക്ക് കാണാനും കഴിയും. ഇന്നും നാളെയും ഒക്കെ സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ എമ്പുരാൻ എന്ന സിനിമ അതിശയപ്പെടുത്തുന്നത്. ഇനോക്സ് ശ്രീനഗറിലാണ് ഈ വ്യത്യസ്തമായ ഒരു കാഴ്ച. തിയേറ്ററിന് പോലീസ് കാവൽ നിൽക്കുന്ന തിയേറ്റർ, തിയേറ്ററിൽ കയറുന്നവരെ പോലീസും ബോംബ് സ്ക്വാഡും പരിശോധിക്കുന്ന തിയേറ്റർ, ഭീകരത ഒക്കെ എപ്പോഴും തളം കെട്ടി നിൽക്കുന്ന സ്ഥലം. ആദ്യമായി ഒരു മലയാള സിനിമ ഇവിടെ റിലീസാകുന്നു. അവിടെ ഒരു മോഹൻലാൽ പടത്തിന് 80% ടിക്കറ്റ് വിറ്റുപോയിരിക്കുന്നു. അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ, ഇത് മഹാ അത്ഭുതം തന്നെ എന്നേ പറയാൻ പറ്റൂ എന്നാണ് ആരാധകർ ഈ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇന്നേ ദിവസം എത്തുന്നത്. ഇങ്ങനെയും ചില ഗംഭീര സംഭവങ്ങൾ എമ്പുരാന് പുറകിൽ നടക്കുന്നുണ്ട്. 36 ദിവസം എടുത്തു മോഹൻലാൽ എന്ന നടനെ മലയാള സിനിമയിലെ ആദ്യത്തെ 100 കോടി ക്ലബിലേക്ക് കൈപിടിച്ച് കയറ്റുവാൻ. പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ. രണ്ടാം വട്ടം അയാൾക്ക് വെറും 12 ദിവസമേ വേണ്ടി വന്നുള്ളൂ ഇതിലേക്ക് എത്തിച്ചേരുവാൻ, ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ. എന്നാൽ പിന്നീട് 11 ദിവസം കൊണ്ട് 2018 9 ദിവസം കൊണ്ട് ആടുജീവിതവും തന്റെ റെക്കോർഡ് തിരുത്തുന്നത് കണ്ട് അയാൾ ഒരു തീരുമാനം എടുക്കുകയാണ്. രാവണപ്രഭുവിന്റെ തറവാട് ബാങ്ക് ലേലത്തിൽ വെക്കുമ്പോൾ MN കാർത്തികേയൻ എടുത്ത അതേ തീരുമാനം. ചുമ്മാ 1ഉം 2ഉം വിളിച്ച് കളയാൻ സമയമില്ല, ആരെന്ത് വിളിക്കുന്നോ അതിന്റെ 3 ഇരട്ടി. അങ്ങനെ ആടുജീവിതം 9 ദിവസം കൊണ്ട് സൃഷ്ടിച്ച അതിവേഗ 100 കോടി ചിത്രമെന്ന റെക്കോർഡ് വെറും 2 ദിവസം കൊണ്ട് തന്റെ തന്നെ പേരിലേക്ക് മാറ്റി എഴുതിക്കൊണ്ട് കണ്ടു നിൽക്കുന്നവരെ കൊണ്ട് അയാൾ പറയിപ്പിക്കുകയാണ്. കാർത്തികേയനെ കുറിച്ച് വാര്യർ അമ്മാവൻ നീലിനോട് പറഞ്ഞ അതേ ഡയലോഗ്, ഇത് അയാളുടെ കാലമല്ലേ എന്നാണ് ആരാധകർ ഈ അവസരത്തിൽ മോഹൻലാലിന്റെ എമ്പുരാൻ 100 കോടി ക്ലബിൽ എത്തിയപ്പോൾ പറഞ്ഞതും. ഇതൊക്കെ കൂടാതെ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച, അതായത് എമ്പുരാന്റെ രണ്ടാം ദിവസം, ലേറ്റ് നൈറ്റ് ഷോസിൽ ഒരു റെക്കോർഡും തീർത്തു എമ്പുരാൻ. 390 മുകളിലുള്ള ലേറ്റ് നൈറ്റ് ഷോസ് ആണ് കേരള ബോക്സ് ഓഫീസിൽ അരങ്ങേറിയത്. ഇതിന്റെ കാര്യം കൂടി അവർ പറയുകയാണ്. കൂടാതെ ഗ്ലോബൽ റാങ്കിംഗ് കൂടി ഇപ്പോൾ എമ്പുരാന്റേതായി പുറത്തു വന്നിട്ടുണ്ട്. ഗ്ലോബൽ റാങ്കിങ്ങിൽ എല്ലായിടത്തും ഒന്നാമതാണ് എമ്പുരാൻ എന്നതാണ് ആ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളും. ഇന്ത്യയിൽ ഒന്നാമത്, UAE ഒന്നാമത്, ഖത്തറിൽ ഒന്നാമത്, സൗദി ഒന്നാമത്, ഒമാൻ ഒന്നാമത്, കുവൈറ്റ് ഒന്നാമത്, ബഹ്റൈനിലും ഒന്നാമത്, UK-യിലും ഒന്നാമത്, അയർലൻഡിലും ഒന്നാമത്, ജർമ്മനിയിലും ഒന്നാമത്, ഓസ്ട്രേലിയയിൽ ഒന്നാമത്, ന്യൂസിലൻഡിൽ ഒന്നാമത്, നോർത്ത് അമേരിക്കയിൽ മാത്രം 2ാം സ്ഥാനമാണ് എമ്പുരാന് ലഭിച്ചിരിക്കുന്നത്. ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇതാണ് പറയാനുള്ളതും. അങ്ങനെ ഓരോ സ്ഥലത്തും എമ്പുരാൻ ബോക്സ് ഓഫീസിലൂടെ തന്റെ പവർ കാണിക്കുന്നു. ഓവർസീസിൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് മോഹൻലാൽ എമ്പുരാനിലൂടെ മുന്നേറ്റം നടത്തുന്നത്. ആദ്യ ദിവസം $5.013 മില്യൺ ആണ് ഓവർസീസിൽ നിന്നും മോഹൻലാൽ എമ്പുരാനിലൂടെ നേടിയത്. ഇപ്പോഴത്തെ രണ്ടാം ദിവസത്തിൽ $2.6 മില്യൺ ആണ് എമ്പുരാൻ നേടിയിരിക്കുന്നതും. 2 ദിവസം കൊണ്ട് 7.6 മില്യൺ, അതായത് 65 കോടി രൂപ ഇതുവരെ എമ്പുരാൻ സ്വന്തമാക്കി കഴിഞ്ഞു. ലൂസിഫറിന്റെ ലൈഫ് ടൈം എന്നത് 7.17 മില്യനെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടി ഓർക്കണം. അത് വെറും 2 ദിവസം കൊണ്ട് മോഹൻലാൽ മറികടന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാൽ എമ്പുരാനിലൂടെ ബോക്സ് ഓഫീസ് വിളയാട്ടം തന്നെയാണ് നടത്തുന്നത്. തിയേറ്ററുകൾക്ക് മുന്നിൽ ഹൗസ്ഫുൾ ബോർഡുകൾ തൂങ്ങുന്നത് നമ്മൾ കുറെ കാലമായി മിസ് ചെയ്ത ഒരു കാര്യമായിരുന്നു. ഇപ്പോഴിതാ ഫുൾ ടൈം അത് അവിടെ തന്നെ കിടക്കുകയാണ്, അഴിക്കാൻ പറ്റാത്ത അവസ്ഥ. നാളെ പോലും ഹൗസ്ഫുൾ ഷോകളുടെ എണ്ണം എത്രയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും എത്തുന്നത്. കൊച്ചിയിൽ തന്നെ 3 ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാം ഹൗസ്ഫുൾ ബോർഡ് വെക്കേണ്ട അവസ്ഥ വരും. കാലിക്കറ്റ് 109, തിരുവനന്തപുരം 196, തൃശൂർ 125, കൊല്ലം 68, ആലപ്പുഴ 43. അങ്ങനെ ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാസ്റ്റ് ഫില്ലിംഗ് നിങ്ങൾക്ക് ബുക്ക് മൈ ഷോയിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇനി വെറും 5-10 സീറ്റുകളെ അവശേഷിക്കുന്നുള്ളൂ. അതുകൂടെ ബുക്കിംഗ് നടന്നു കഴിഞ്ഞാൽ ഹൗസ്ഫുൾ ബോർഡ് അവിടെ തന്നെ കിടക്കും, അഴിക്കാൻ പറ്റില്ല എന്നത് തന്നെ. ഇതുകൂടാതെ ബോളിവുഡിൽ സിക്കന്ദർ എന്ന സൽമാൻ ഖാൻ ചിത്രം ഇറങ്ങുന്നുണ്ട്. അതിന്റെ ബുക്കിംഗും നേരത്തെ
തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നാളെയാണ് ചിത്രം എത്തുന്നത്. എന്നിരുന്നാലും ടിക്കറ്റ് ബുക്കിംഗിന്റെ ഒരു ആവറേജ് എടുത്ത് നോക്കുമ്പോൾ എമ്പുരാൻ തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബുക്ക് മൈ ഷോയിൽ തന്നെ കാണാൻ കഴിയും. അപ്പോൾ എമ്പുരാന് കിട്ടിയ റീച്ച് എന്താണെന്ന് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. കൂടാതെ മോഹൻലാലിനെതിരെയും പൃഥ്വിരാജിനെതിരെയും ഒക്കെ വിമർശനങ്ങളുമായി തിരിയുന്നവർക്ക് ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. രാഷ്ട്രീയപരമായ വിമർശനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്. എന്നാൽ പണ്ടേ മോഹൻലാൽ പറഞ്ഞതാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല എന്നത്. സംഖ്യയാക്കി ചാപ്പ കുത്താൻ നോക്കിയത് മറ്റൊരു നടന്റെ ആരാധകരാണ്. മോഹൻലാൽ പോലെ ഒരു മനുഷ്യനെ അയാളുടെ സ്വീകാര്യതയിൽ മറികടക്കാൻ ആകില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ കൂട്ടർ അയാൾക്കെതിരെ നടത്തുന്ന വ്യക്തിഹത്യകൾക്ക് കണക്കില്ല. ഇപ്പോൾ ഇതാ മറുവശത്തു നിന്നും അടുത്ത ആക്രമണം. ഇതും അയാൾ നേരിടും. എല്ലാം അയാൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. മോഹൻലാൽ അയാൾ ഒരു ബ്രാൻഡാണ്. അതങ്ങനെ ഒന്നും തകരില്ല, തകർക്കാൻ ആകില്ല.